ധനുമാസത്തിലെ തിരുവാതിര മലയാളികളുടെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളിലൊന്നാണ്. പണ്ടുകാലത്ത് ധനുമാസത്തിലെ തിരുവാതിര വെറും ഒരു ദിവസത്തെ ആഘോഷം മാത്രമായിരുന്നില്ല. അശ്വതി നാൾ മുതൽ തിരുവാതിര ദിവസം വരെ സ്ത്രീകൾ വ്രതവും വിവിധ ആചാരങ്ങളും അനുഷ്ഠിക്കുമായിരുന്നു. വീടും പരിസരവും വൃത്തിയാക്കി പൂക്കളും നിലവിളക്കും കൊണ്ട് മനോഹരമായി അലങ്കരിക്കുന്നു. അതിരാവിലെ കുളിച്ച് ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടെയാണ് ആഘോഷം ആരംഭിക്കുന്നത്. പാർവതീദേവി ശിവനെ ഭർത്താവായി ലഭിക്കാൻ അനുഷ്ഠിച്ച വ്രതത്തിൻ്റെ ഓർമ്മയായാണ് തിരുവാതിര ആചരിക്കുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുകൊണ്ട് വിവാഹിതരായ സ്ത്രീകൾ കുടുംബത്തിൻ്റെ നന്മയ്ക്കും അവിവാഹിതരായ പെൺകുട്ടികൾ നല്ല ജീവിത പങ്കാളിയെ ലഭിക്കാനുമായി പ്രാർത്ഥിക്കുന്നു. തിരുവാതിരക്കുളിയാണ് അതിലേറ്റവും പ്രധാനം. അശ്വതി നാൾ മുതൽ എല്ലാ ദിവസവും അതിരാവിലെ എഴുന്നേറ്റ് കുളത്തിലോ കിണറിലോ കുളിക്കുന്നത് പതിവായിരുന്നു. ഇതിനെ തിരുവാതിരക്കുളി എന്നായിരുന്നു പറഞ്ഞിരുന്നത്. കുളിക്കുമ്പോൾ സ്ത്രീകൾ പലതരം ഭക്തിഗാനങ്ങൾ പാടുകയും വെള്ളത്തിൽ കൈകൊണ്ട് താളം പിടിക്കുകയും ചെയ്യുമായിരുന്നു. ശരീരവും മനസ്സും ശുദ്ധമാക്കി വ്രതം അനുഷ്ഠിക്കണമെന്ന സന്ദേശമാണ് ഈ ആചാരത്തിനുണ്ടായിരുന്നത്. കുളി കഴിഞ്ഞ് സ്ത്രീകൾ ഒന്നിച്ചിരുന്ന് വെറ്റിലയും അടയ്ക്കയും ചുണ്ണാമ്പും ചേർത്ത് മുറുക്കി കഴിക്കുന്ന മറ്റൊരു പതിവുണ്ടായിരുന്നു, വെറ്റില മുറുക്കൽ. ഇതൊരു ഭക്ഷണ രീതി മാത്രമായിരുന്നില്ല, കൂട്ടായ്മയും സൗഹൃദവും വളർത്തുന്ന ഒരു ആചാരമായിരുന്നു. ഈ സമയം അവർ തിരുവാതിര പാട്ടുകൾ പാടുകയും കഥകൾ പറയുകയും സന്തോഷം പങ്കിടുകയും ചെയ്തു. പ്രധാന ചടങ്ങാണ് പാതിരാപ്പൂച്ചൂടൽ. തിരുവാതിരയുടെ തലേന്ന് രാത്രി വിരിയുന്ന സുഗന്ധമുള്ള പൂക്കൾ ശേഖരിച്ച് മുടിയിൽ ചൂടുന്ന ആചാരമാണ് പാതിരാപ്പൂച്ചൂടൽ. ഇത് മംഗളത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും ശുഭലക്ഷണമായി കരുതപ്പെടുന്നു. യുവതികളും സ്ത്രീകളും പൂമാലകൾ അണിഞ്ഞ് ഭക്തിയോടെയും സന്തോഷത്തോടെയും തിരുവാതിരയെ വരവേറ്റിരുന്നു. ദശപുഷ്പവും ചുവന്ന കൊടുവേലിപ്പൂവുമാണ് ഇതിൽ പ്രധാനം. ഈ ആചാരങ്ങളൊന്നും വെറും ചടങ്ങുകൾ മാത്രമായിരുന്നില്ല. ഭക്തി, ആത്മനിയന്ത്രണം, ഐക്യം, സൗഹൃദം, പ്രകൃതിയോടുള്ള സ്നേഹം എന്നിവ വളർത്തിയെടുക്കുന്ന ജീവിത രീതിയായിരുന്നു അവ. കാലം മാറിയെങ്കിലും ഈ ആചാരങ്ങളുടെ ഓർമ്മ ഇന്നും കേരളത്തിൻ്റെ സംസ്കാരത്തിൽ അങ്ങിങ്ങെവിടെയായി ജീവിച്ചിരിക്കുന്നു എന്നത് വലിയ സന്തോഷം തരുന്ന കാര്യം തന്നെ. തിരുവാതിരയുടെ ഏറ്റവും വലിയ പ്രത്യേകത തിരുവാതിരക്കളിയാണ്. നിറമുള്ള വസ്ത്രങ്ങൾ ധരിച്ച് നിലവിളക്കിന് ചുറ്റും കൈകൊട്ടിയും പാട്ടുപാടിയും താളത്തിനൊത്ത് ചുവടുകൾ വെച്ചും സ്ത്രീകൾ നൃത്തം ചെയ്യുന്നു. ഈ കാഴ്ച കാണാൻ വളരെ മനോഹരമാണ്. ബന്ധുക്കളും അയൽവാസികളും ഒത്തുചേർന്ന് ആഘോഷിക്കുന്നതിനാൽ ഈ ദിവസം എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ദിനമായി മാറുന്നു. തിരുവാതിരപ്പുഴുക്ക്, കുവപ്പായസം തുടങ്ങിയ പരമ്പരാഗത വിഭവങ്ങളും ഈ ദിവസത്തിൻ്റെ പ്രത്യേകതയാണ്. പഴയ ആചാരങ്ങളും സംസ്കാരവും ഇന്നും കാത്തു സൂക്ഷിക്കാൻ സഹായിക്കുന്ന മനോഹരമായ ഒരു ആഘോഷമാണ് ധനുമാസത്തിലെ ഈ തിരുവാതിര. ഐക്യവും സ്നേഹവും ഭക്തിയും നിറഞ്ഞ ഈ ഉത്സവം മലയാളികളുടെ പാരമ്പര്യത്തിൻ്റെ മധുര സ്മരണയാണ്. ഇന്നേ ദിവസത്തെ മറ്റൊരു പ്രത്യേകതയാണ് എട്ടങ്ങാടി, തിരുവാതിരപ്പുഴുക്ക്. എട്ടങ്ങാടി എന്നത് 8 തരത്തിലുള്ള കിഴങ്ങുവർഗ്ഗങ്ങളും പച്ചക്കറികളും ചേർന്നുള്ള കൂട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്. പ്രദേശങ്ങൾക്കനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഇതിലുണ്ടാവാം. സാധാരണയായി ചേന, ചേമ്പ്, കാച്ചിൽ, കൂർക്ക, കപ്പ, മധുരക്കിഴങ്ങ്, പയറ്, പച്ചക്കായ എന്നിവയാണ് ഇതിലുപയോഗിക്കുന്നത്. തിരുവാതിരപ്പുഴുക്കിന് രുചി മാത്രമല്ല, വലിയൊരു സാംസ്കാരിക പ്രാധാന്യവും കൂടിയാണ്. പലതരം കിഴങ്ങുകളും പച്ചക്കറികളും ഒന്നിച്ചു ചേർന്ന് ഒരൊറ്റ വിഭവമാകുന്നത് പോലെ കുടുംബാംഗങ്ങളും സമൂഹവും ഐക്യത്തോടെ ജീവിക്കണമെന്ന സന്ദേശമാണ് ഇത് നൽകുന്നത്. കൃഷിയെയും പ്രകൃതിയെയും ആദരിക്കുന്ന മനോഭാവവും ഈ ആചാരത്തിലൂടെ പ്രകടമാകുന്നു. പോഷകസമൃദ്ധമായ ഈ വിഭവം ആരോഗ്യത്തിനും നല്ലതാണ്. അതുകൊണ്ട് തന്നെ തിരുവാതിര ആഘോഷത്തിൽ തിരുവാതിരപ്പുഴുക്ക് ഒഴിച്ചുകൂടാനാകാത്ത ഒരു പരമ്പരാഗത വിഭവമായി ഇന്നും നിലനിൽക്കുന്നു.